ഞാൻ പോയി സംസാരിക്കണം. നിന്നെ ഒറ്റയ്ക്ക് വിട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത്. നോക്കാം നമുക്ക്. ഞാനേ അച്ഛനായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയല്ലോ. ടെൻഷൻ അടിക്കണ്ട, കാര്യങ്ങൾ ചെയ്യാം. നീ അവളോട് എന്ത് ചെയ്യും? ഉടക്ക് വർത്തനം പറയണ്ടാവും. അല്ലെങ്കിൽ അവളങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലെന്ന് എനിക്കറിയില്ല. എന്തായി? അവനെന്തെങ്കിലും പറഞ്ഞോ? കുഴപ്പമില്ല, അത് ടെൻഷൻ എടുപ്പിക്കണ്ട, കാര്യങ്ങൾ നടക്കുന്നത്. വേറെ ഒന്നും കൊണ്ടില്ല. എന്താ പറയുമ്പോ ഒരാൾ ഇതിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കാണ്ട് ഈ പ്രശ്നം നടക്കില്ല. നമ്മള് ഇന്നലെ അവനോടെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ, അവനത് ചോദിക്കണ്ടേ, നമ്മളെന്താ ചെയ്യാനാ? ഇതിപ്പോ എന്താ, നമ്മള് കൂട്ടുകാരായിട്ട് നമ്മളിതൊന്നും പറഞ്ഞു കൊടുക്കില്ല എന്നാണ് ഇവരെ വീട്ടുകാരൊക്കെ വിചാരം. ഇനി നാളെ ആ വീട്ടുകാർ വന്ന് നമ്മളെ കുറ്റം പറയാതിരുന്നാൽ മതി. നമ്മളാ ഇതിന്റെ എല്ലാം പുറകെ നടക്കുന്നതൊക്കെ പറഞ്ഞ് അവര് വന്നെങ്കിൽ എന്നാ ചെയ്യും? അവളൊന്നും ഒറ്റ കിട്ടിയാൽ അതിന് അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അവളെ എന്തിനാ കുറ്റം പറയുന്നേ? ഇവനല്ലേ പോയി ചോദിക്കണ്ടേ? ഇവനല്ലാതെ നമ്മൾ വേറെ ആരെങ്കിലും പോയി ചോദിച്ച കാര്യം നടക്കുമോ? നീ ചോദിച്ചോ കറക്റ്റ്? അവളുടെ അടുത്ത് കാര്യം സംസാരിച്ചോ? എടാ നീ ടെൻഷൻ അടിക്കണ്ടെന്നേ, നീ കാര്യം പറ, നമുക്കത് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ പോരെ? നീ അത് ചോദിച്ചോ അവളെ? പിന്നെ കൂട്ടുകാരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടക്കണം. ഞങ്ങളെപ്പോഴും നിന്റെ കൂടെ ഉള്ളതല്ലേ, നിനക്കത് പറഞ്ഞാൽ പോരെ? നമുക്കത് പോയി ചെയ്യരുതോ? ഇത് എല്ലാവർക്കും ടെൻഷനുള്ള കേസാണ് അല്ലേ? ഓരോ ദിവസം ഓരോ ടെൻഷൻ അടിപ്പിക്കാൻ ഓരോരോ കാര്യങ്ങളുണ്ടാക്കും. ഇന്നെങ്ങാനും നടക്കൂ ഇത്? നീ ചോദിച്ചാ ഒന്നുകൂടെ. എനിക്ക് തോന്നുന്നില്ല ഇന്ന് നല്ല ഈ ജന്മത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ അവൻ എന്തെങ്കിലും ഒന്ന് പറ. എടാ നീ എന്തെങ്കിലും ഒന്ന് പറ, നമുക്കത് പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ കുഴപ്പമില്ലെന്ന് വരിക. ഇത് എത്ര പ്രാവശ്യമായത്? ഇതെന്നും ഇവൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെയ്യല്ല. ചെയ്യാതെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളതിൻ്റെ കുറ്റക്കാരാവും. ടെൻഷൻ അടിക്കുന്ന ഇവിടെ നമ്മൾ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കേ. ഞാനേ വീട്ടിൽ പോവാ, എനിക്ക് വേറെ ചെറിയ കാര്യങ്ങളുണ്ട്, ഞാൻ അതിന് പോട്ടെ കേട്ടോ. നീ വന്നേരം അങ്ങോട്ട് കേട്ടോ. ഉണ്ടോ ഓരോരുത്തർ പോവാ, മനസ്സിലാക്കിയോ ഓരോന്ന്. ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കാം. നീ അവളെ അച്ഛനായിട്ട് സംസാരിക്കണോ? ഹലോ, ആ പറയടി. ആണോ? താങ്ക് യു. എന്താടാ? അവള് മിലിറ്ററിക്കാരന്റെ മോളാണെങ്കിലേ ഞാൻ നല്ല മിമിക്രിക്കാരന്റെ പോലെ, മനസ്സിലായോ? അവളുടെ അടുത്തൊന്നല്ല, അവളുടെ അപ്പൻ്റെ അടുത്ത് ഞാൻ സാധനം മേടിക്കുന്നത് മനസ്സിലായില്ലേ? ഉള്ള റെഡി കിട്ടി. പിന്നല്ലാണ്ട് നീ വിചാരിച്ച കിട്ടുന്ന എനിക്കറിയാം. പക്ഷേ ഒന്നാം തീയതി പെട്ടെന്നേ ചെറിയൊരു ടെൻഷൻ വന്നു. ടെൻഷൻ വന്നു.